ഇന്ത്യ-പാക് സംഘർഷത്തെ തുടർന്ന് അടച്ച വിമാനത്താവളങ്ങൾ തുറക്കും. ഏകദേശം 32 വിമാനത്താവളങ്ങളാണ് അടച്ചിരുന്നത്. ഇന്ത്യയുടെ വ്യോമയാന റെഗുലേറ്റർ അതോറിറ്റിയാണ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ശ്രീനഗർ, ചണ്ഡിഗഡ്, അമൃത്സർ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെയുള്ള ഈ വിമാനത്താവളങ്ങൾ ഇപ്പോൾ സിവിൽ വിമാന പ്രവർത്തനങ്ങൾക്ക് ലഭ്യമാണ് എന്ന് ഇന്ത്യയുടെ വിമാനത്താവള അധികൃതരാണ് അറിയിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെയും ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണം ഉൾപ്പെടെ ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്നാണ് വിമാനത്താവളങ്ങൾ അടച്ചുപൂട്ടിയത്. ആൻപൂർ, അതുപോലെ അംബാല, അമൃത്സർ, അവന്തിപൂർ, ഭുജ്, ബിക്കാനർ, ചണ്ഡിഗഡ്, ഹിൽവാര, ജമ്മു, കുളു, ഷിംല, ശ്രീനഗർ എന്നീ തുടങ്ങിയ വിമാനത്താവളങ്ങളായിരുന്നു സുരക്ഷാ നടപടികളുടെ ഭാഗമായി അടച്ചുപൂട്ടിയത്. ഇവയെല്ലാം തന്നെ ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. സംഘർഷം രൂക്ഷമായതിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനമെടുത്തത്. മെയ് 9 മുതൽ മെയ് 14 വരെ, അതായത് മെയ് 15 രാവിലെ 5:29 വരെ നിയന്ത്രണം തുടരുമെന്നും അറിയിക്കുകയായിരുന്നു ചെയ്തത്. ഡൽഹി, മുംബൈ മേഖലയിലെ 25 എയർ ട്രാഫിക് സർവീസ് റൂട്ടുകളും അടച്ചിരുന്നു. വിമാനത്താവളങ്ങൾ അടച്ചതും റൂട്ടുകൾ നിർത്തുന്നതും കണക്കിലെടുത്തുകൊണ്ട് റൂട്ടുകൾ പുനർക്രമീകരിക്കാൻ വിമാന കമ്പനികൾക്കടക്കം നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എയർ ട്രാഫിക് കൺട്രോൾ യൂണിറ്റുകളുമായി സഹകരിച്ചുകൊണ്ടായിരുന്നു സുരക്ഷ ഉറപ്പാക്കൽ നടപടി സ്വീകരിച്ചതും. എയർ ഇന്ത്യയും ഇൻഡിഗോയും മെയ് 15 വരെ നിരവധി സർവീസുകൾ റദ്ദാക്കിയതായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ അവർ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു. ജമ്മു, ശ്രീനഗർ, ലേ, അമൃത്സർ, ചണ്ഡിഗഡ്, ഭുജ്, രാജ്കോട്ട് എന്നിവിടങ്ങളിലുള്ള സർവീസുകൾ മെയ് 15 വരെ രാവിലെ 5:29 വരെ റദ്ദാക്കിയെന്നതായിരുന്നു എയർ ഇന്ത്യ അറിയിപ്പ് വന്നിരുന്നതും. ഇതാണിപ്പോൾ തുറന്ന് പ്രവർത്തിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നതും. ഇൻഡിഗോയും 10 വിമാനങ്ങളിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കിയതായും അറിയിക്കുകയും ചെയ്തിരുന്നു. രാജ്യത്ത് മറ്റ് വിമാനത്താവളങ്ങളിലും സുരക്ഷാ പരിശോധന ശക്തമാക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ യാത്രക്കാർ 3 മണിക്കൂർ മുൻപ് വിമാനത്താവളത്തിൽ എത്തണമെന്നും നിയന്ത്രണങ്ങളോടും നടപടികളോടും സഹകരിക്കണമെന്നും നിർദ്ദേശവും നൽകിയിരുന്നു. അതേസമയം പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെയും ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണം ഉൾപ്പെടെ ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്നുകൊണ്ടായിരുന്നു വിമാനത്താവളങ്ങൾ അടച്ചുപൂട്ടിയതും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിക്ഷേപണത്തിന് തൊട്ടു പിന്നാലെ തന്നെ വ്യോമ അതിർത്തി നിയന്ത്രണങ്ങൾ ഇതിനകം തന്നെ നിലവിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബുധനാഴ്ച വൈകുന്നേരം അതിർത്തി പ്രദേശങ്ങൾക്ക് സമീപം ശൂന്യമായ ആകാശം ഫ്ലൈറ്റ് ട്രാക്കുകൾ കാണിക്കുകയും ചെയ്തു. അതുപോലെ പിന്നോക്ക അവസ്ഥയിലായ പാകിസ്ഥാൻ ഇന്ത്യയിലെ സൈനിക താവളങ്ങളെയും സിവിലിയൻ പ്രദേശങ്ങളെയും ആക്രമിക്കാൻ മിസൈലുകളും ഡ്രോണുകളും വരെ ഉപയോഗിച്ചു. എന്നാൽ ഇന്ത്യൻ വ്യോമ പ്രതിരോധം ഇത് പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. ആകാശത്ത് മിസൈൽ വെടിക്കെട്ട് നടത്തുന്ന വീഡിയോകളടക്കം വൈറലായി മാറിയിരുന്നു. അത്തരം സംഘർഷങ്ങളിൽ വ്യോമ അതിർത്തി അടയ്ക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു കാണിച്ചുകൊണ്ടായിരുന്നു ഇത് ചെയ്തതും. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, മറ്റ് വ്യോമയാന അതോറിറ്റികൾ എന്നിവയുമായി ചേർന്നുകൊണ്ടാണ് വ്യോമസേനക്കാർക്ക് തുടർച്ചയായ നോട്ടീസുകൾ നൽകി വന്നതും. വടക്കൻ പടിഞ്ഞാറൻ ഇന്ത്യയിൽ ഉടനീളമുള്ള 32 വിമാനത്താവളങ്ങൾ എല്ലാ സിവിലിയൻ വിമാന പ്രവർത്തകർക്കും താൽക്കാലികമായി തന്നെ അടച്ചിട്ടതായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് തുറന്ന് പ്രവർത്തിക്കുമെന്നുള്ള വാർത്തകളടക്കം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.